പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് UAE ഇറാനിൽ രഹസ്യമായി വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെ മേഖലയിലെ മറ്റൊരു പ്രധാന ശക്തിയായ UAE നേരിട്ട് തന്നെ ഇറാനെതിരെ സൈനിക നടപടി എടുത്തു എന്നത് ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലവാൻ ഐലൻഡിലായിരുന്നു UAEയുടെ രഹസ്യ ഓപ്പറേഷൻ നടന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യമായിരുന്നു ഈ നിർണായകമായ സൈനിക നീക്കമുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് UAEയുടെ മിറാഷ് വിമാനങ്ങൾ അതീവ രഹസ്യമായി ഇറാന്റെ മണ്ണിൽ ബോംബിടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ 10ാമത്തെ വലിയ റിഫൈനറിയായ ലവാൻ ഐലൻഡിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും ആഴ്ചകളോളം അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തിരുന്നു. ദിവസം തോറും 60,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന ഈ കേന്ദ്രം തകർന്നത് ഇറാന്റെ ആഭ്യന്തര ഇന്ധന വിതരണത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. തങ്ങളെ നിരന്തരം ആക്രമിച്ച ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAE ഈ സാഹസത്തിന് മുതിർന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ UAEയുടെ ആക്രമണം പുറത്തു വന്നതോടെ ഇറാനും അതിശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഏപ്രിൽ 8 പുലർച്ചെ UAEയിലേക്കും കുവൈറ്റിലേക്കും 17 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചത്. 2026 ഫെബ്രുവരി അവസാനം ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ ഏകദേശം 2800-ലധികം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് UAE നേരിട്ടത്. ഇതിൽ 550-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. ഇസ്രായേലിനേക്കാൾ കൂടുതൽ തവണ ഇറാനാൽ ആക്രമിക്കപ്പെട്ട രാജ്യമായി UAE മാറി എന്നതും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അമേരിക്കയുടെ താഡ്, പാട്രിയറ്റ് എന്നീ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് UAEയെ ഇതുപോലുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ചു വെക്കുന്നത്. ഈ യുദ്ധം UAEയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദുബായ്, അബുദാബി ഓഹരി വിപണികളിൽ നിന്ന് ഏകദേശം $120 ബില്യൺ ഇതിനോടകം നഷ്ടമായത്. ടൂറിസം മേഖലക്കും ഏവിയേഷൻ മേഖലക്കും വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. 18,000-ലധികം വിമാന സർവീസുകളാണ് ഈ യുദ്ധം കാരണം റദ്ദാക്കിയത്. സമാധാന ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഈ നേർക്കുനേർ പോരാട്ടം ഒരു ലോകമഹായുദ്ധമായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ അസംബന്ധം എന്ന് വിളിച്ച് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞതോടെ വെടിനിർത്തലും പ്രതിസന്ധിയിലായി. ഹോർമുസ് വഴിയുള്ള എണ്ണ നീക്കം ഇനി സുരക്ഷിതം ആകില്ലെന്ന ഭയം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും കാരണമായി. അതോടൊപ്പം ഇറാനിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് കേന്ദ്രമായ ഖാർഗ് ഐലൻഡിന് സമീപമുള്ള കടൽ ഭാഗത്ത് വലിയ തോതിൽ ഓയിൽ ചോർച്ച ഉണ്ടായതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. മെയ് 6 മുതൽ 8 വരെ എടുത്ത ചിത്രങ്ങളിൽ പേർഷ്യൻ ഗൾഫ് പ്രദേശത്ത് കിലോമീറ്ററുകളോളം പരന്ന എണ്ണപ്പാളി കണ്ടെത്തിയതോടെയാണ് ആഗോളതലത്തിൽ ആശങ്ക ഉയർന്നത്. പരിസ്ഥിതി നിരീക്ഷണ സംഘങ്ങളും ഗവേഷകരും പറയുന്നത് അനുസരിച്ച് ഇത് സാധാരണ ചെറിയ ഒരു ചോർച്ചയല്ല, വലിയ തോതിലുള്ള ക്രൂഡ് ഓയിൽ ലീക്കായിരിക്കാം ഇതെന്നാണ് അവരുടെ കണക്ക് പ്രകാരം പറയുന്നത്. അതുപ്രകാരം 3000 ബാരലിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ കടലിലേക്ക് ചോർന്നിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്.